നമസ്കാരം. രാസലീല. കൃഷ്ണനോടുള്ള അത്യധികമായ ഭക്തിപാരവശത്താൽ ഗോപികമാർ കൃഷ്ണനോടൊത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. കൃഷ്ണൻ പല രൂപത്തിൽ പല ഭാവത്തിൽ ഓരോരോ ഗോപികമാർക്കൊപ്പം ആനന്ദ പരവശനായി നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഗോപികമാർക്കാകട്ടെ ഭഗവാന്റെ ഭാവമാറ്റം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഓരോ ഗോപികമാർക്കും ഭഗവാൻ തന്നോടൊത്തു മാത്രമാണ് നൃത്തം ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. കൃഷ്ണനോടൊത്ത് കൂടുതൽ കൂടുതൽ ആനന്ദിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തിൻ്റെ സൂചനയെന്നോണം ഗോപികമാരുടെ ഹൃദയങ്ങൾ തുടിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ഒരു മായ പോലെ അവർക്ക് തോന്നി. കൃഷ്ണൻ്റെ നിറഞ്ഞ സന്തോഷമായിരുന്നു ഗോപികമാർ ആഗ്രഹിച്ചത്. നീണ്ട പാട്ടുകളുടെയും നൃത്തത്തിൻ്റെയും ഫലമായി ഗോപികമാരെല്ലാം വല്ലാതെ തളർന്ന് ക്ഷീണിതരായി. എന്നാൽ തങ്ങൾക്ക് ഈ ലോകത്തിൽ മറ്റൊരു ഭർത്താവുണ്ടെന്നുള്ള കാര്യം പോലും മറന്ന മട്ടിലായിരുന്നു ഗോപികമാർ കൃഷ്ണനുമായുള്ള സമാഗമം ആസ്വദിച്ചത്. അതുമാത്രമല്ല, കൃഷ്ണൻ്റെ ആലിംഗനത്തിൽ അമർന്ന് ആടുകയും പാടുകയും ചെയ്ത അവർ എല്ലാം മറന്നാണ് രാസനൃത്തത്തിൽ ഏർപ്പെട്ടത്. കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകളെ പ്രകീർത്തിച്ച് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചു. ഒപ്പം ആ പരമാത്മാവിനെ ആരാധിക്കാനും ആഗ്രഹിച്ചു. ഒടുവിൽ നൃത്തത്തിൻ്റെ ആലസ്യമകറ്റാൻ ഗോപികമാർക്കൊപ്പം കൃഷ്ണൻ യമുനാ നദിയിലേക്ക് ഇറങ്ങി. അവിടെയും അവർ ജലോപരിതലത്തിൽ നീന്തിത്തുടിച്ചും പരസ്പരം രാസനൃത്തത്തിൻ്റെ തളർച്ച മാറ്റിയും കൃഷ്ണനും ഗോപികമാരും അവരവരുടെ യഥാർത്ഥ വ്യക്തിത്വം പോലും മറന്ന് ജലോപരിതലത്തിൽ കൃത്യമായി നീരാടി. ഇതെല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങളായിരുന്നു.